ആദ്യഘട്ടത്തിൽ കനത്ത പോളിംഗ് 70% കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ കനത്ത പോളിംഗ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ പോളിംഗ് ശതമാനം 70 കടന്നിരിക്കുകയാണ്. ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് എറണാകുളത്താണ് ഉയർന്ന പോളിംഗ് 73.16%. കുറവ് തിരുവനന്തപുരത്താണ് 65.74%. അങ്ങിങ്ങ് നേരിയ സംഘർഷങ്ങൾ ഉണ്ടായത് ഒഴിച്ചു നിർത്തിയാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് നിയമ നടപടിക്കൊരുങ്ങി ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെടും. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപിന്റെ വാദം. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നാണ് ദിലീപ് പറയുന്നത്. ഇക്കാര്യത്തിൽ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ദിലീപിന്റെ നീക്കം. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് മഞ്ജു വാര്യരാണെന്നാണ് കോടതി വിധിക്ക് പിന്നാലെ ദിലീപ് ആരോപിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ദിലീപിനെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ദിലീപിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ളയും ആരോപിച്ചിരുന്നു. ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ഭാഗ്യലക്ഷ്മി. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. അന്തിമ വിധിയെന്ന നിലയിൽ സംഘടനകൾ കാണുന്നുവെന്നും ഇനിയൊരു സംഘടനയുടെയും ഭാഗമാകില്ലെന്നും സംഘടനകൾക്കെതിരെ ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു. ദിലീപ് നിരപരാധിയെന്ന് സുപ്രീംകോടതി പറയണം. നിലവിൽ വിധി പറഞ്ഞത് കീഴ്ക്കോടതി മാത്രമാണ്. അതിജീവിതയോട് സംസാരിക്കുക പോലും ചെയ്തില്ലെന്നും ഫെഫ്കയെ ഭാഗ്യലക്ഷ്മി വിമർശിച്ചു. ദിലീപ് അപേക്ഷ നൽകിയാൽ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് ഭാഗ്യലക്ഷ്മിയുടെ നടപടി. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ചട്ടവിരുദ്ധ നടപടിയുമായി ആർ ശ്രീലേഖ. കോർപ്പറേഷനിൽ NDAയ്ക്ക് മുൻതൂക്കമെന്ന പ്രീപോൾ സർവേ ഫലം ശ്രീലേഖ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് ചട്ടവിരുദ്ധ നടപടിയുമായി ആർ ശ്രീലേഖ രംഗത്തെത്തിയത്. വോട്ട് ചെയ്ത് മടങ്ങിയ യുവാവ് ചെക്ക് ഡാമിൽ മുങ്ങി മരിച്ചു. കരുണാപുരം ചാലക്കുടിമേട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ അപ്പാപ്പിക്കട 2-ാം ബൂത്തിൽ വോട്ട് ചെയ്ത് മടങ്ങിയ യുവാവാണ് മുങ്ങി മരിച്ചത്. യുവാവിനെ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കേരളത്തിൽ SIR നടപടികൾ 2 ദിവസത്തേക്ക് കൂടി നീട്ടാൻ നിർദ്ദേശം നൽകി സുപ്രീംകോടതി. 2 ആഴ്ചത്തേക്ക് നടപടി നീട്ടണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കോടതി നിർദ്ദേശപ്രകാരം എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങുന്നതിനുള്ള സമയം 18 വരെ നീട്ടിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഈ മാസം 18 വരെ കാത്തിരിക്കണമെന്നും കമ്മീഷൻ വാദിച്ചു. എന്നാൽ ക്രിസ്മസ് അവധിയടക്കം പരിഗണിച്ച് 2 ആഴ്ച കൂടി സമയം നൽകണമെന്ന കേരളത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാത്ത ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് 2 ദിവസത്തേക്ക് കൂടി നീട്ടാമെന്ന് അറിയിക്കുകയായിരുന്നു. മദ്യം ശേഖരിച്ച് ഡ്രൈഡേയിൽ വൻ വിലയ്ക്ക് വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ഉമയനെല്ലൂർ പറക്കുളം ദയാമൺസിൽ സുധീറിനെയാണ് പോലീസ് പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടപ്രകാരം മദ്യനിരോധനം നിലനിൽക്കവെയാണ് 20 ലിറ്റർ വിദേശമദ്യവുമായി ഇയാളെ പോലീസ് പിടികൂടിയത്. 1/2 ലിറ്റർ വീതമുള്ള 40 കുപ്പികളാണ് പോലീസ് പിടിച്ചെടുത്തത്. സുധീറിന്റെ വീട്ടിൽ മദ്യവിൽപ്പന നടക്കുന്നതായി പോലീസ് ഇൻസ്പെക്ടർ പ്രദീപിന് വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടിച്ചെടുത്തത്. പമ്പയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 30 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചക്കുപാലത്തിന് സമീപത്താണ് അപകടം നടന്നത്. അപകടത്തിൽ KSRTC ബസിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു. ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും നിലയ്ക്കലിലേക്ക് വന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ബസ്സിൽ തീർത്ഥാടകരടക്കം 48 പേരും അടുത്ത ബസ്സിൽ 45 പേരുമാണ് ഉണ്ടായിരുന്നത്. ഉച്ചസമയത്തായിരുന്നതിനാൽ ഡ്യൂട്ടി മാറുന്നതിന്റെ ഭാഗമായി KSRTC ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്നു. ചക്കുപാലത്തിൽ വെച്ചാണ് ബസ് കൂട്ടിയിടിച്ചത്. 10 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 9 പേരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 30 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ബാക്കിയുള്ളവരെ പമ്പയിലും നിലയ്ക്കലിലുമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ചിത്രം കാണിച്ച് ലൈംഗിക ബന്ധം. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. 22-കാരി ജീവനൊടുക്കി. കർണാടകയിൽ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബംഗളൂരു സൗത്ത് ജില്ലയിലെ രാമനഗര വിഭൂതികരൈ ഗ്രാമത്തിലെ വർഷിണിയാണ് മരിച്ചത്. മൈസൂരുവിൽ സ്വകാര്യ കോളേജിൽ MSc ബയോടെക്നോളജി വിദ്യാർത്ഥിനിയാണ് 22-കാരിയായ വർഷിണി. ആൺ സുഹൃത്ത് വഞ്ചിച്ചെന്നും ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും കാണിക്കുന്ന ആത്മഹത്യക്കുറിപ്പ് വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. വീട്ടിൽ നിന്നും കണ്ടെത്തിയ ആത്മഹത്യക്കുറിപ്പിൽ ആൺ സുഹൃത്തായ തുങ്കുരു സ്വദേശിയായ അഭിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. അബി വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നും
സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നുമാണ് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഗർഭിണിയാക്കിയ ശേഷം അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു. ആൺ സുഹൃത്ത് പണവും സ്വർണവും കൈക്കലാക്കിയെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ലീഗ് സ്ഥാനാർത്ഥിയെ കാണാനില്ല. BJP പ്രവർത്തകനൊപ്പം പോയെന്ന പരാതി. കണ്ണൂർ ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ TP അറുവയാണ് കാണാനില്ലെന്ന് ഇവരുടെ മാതാവ് ചൊക്ലി പോലീസിൽ പരാതി നൽകിയത്. ഇവർ പ്രദേശവാസിയായ BJP പ്രവർത്തകനായ റോഷിത്ത് എന്നയാളുടെ കൂടെ ഒളിച്ചോടിപ്പോയതായി സംശയിക്കുന്നുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ 6-ാം തീയതി രാവിലെ മുതൽ അറുവയെ കാണാനില്ലെന്ന് മാതാവ് ചൊക്ലി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു.